എന്താ ശരത്തെ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? നിത്യ കാണാനില്ല. കാണാനില്ലെന്നോ? എവിടെ പോയി? അറിയില്ല. വീട്ടിൽ നിന്ന് രാവിലെ പോയതാ. ഇതുവരെ ഒരു വിവരമില്ല. പ്രശ്നമാണല്ലോ ശരത്തെ. അതെ. ആ വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. അന്വേഷിച്ചിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകും തോന്നുന്നില്ല തങ്കച്ചി. അവൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കാണും. അവിടേക്ക് പോയി ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? ഞാൻ ആകെ തളർന്നിരിക്കുക. ഞാൻ കട്ടായിരുന്ന പെണ്ണല്ല അവള്. സഹിക്കാൻ പറ്റുന്നില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ശരത്തെ. എനിക്കങ്ങനെ തോന്നില്ല. എന്തോ ഒരു വലിയ ദുരന്തം വരാൻ പോകുന്നത് കുറച്ചു ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. അത് ഇതിനാണെന്ന് എനിക്കറിയില്ല. നിത്യക്ക് എന്തെങ്കിലും പറ്റിയ അയ്യേ, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ. അവൾ തിരിച്ചു വരും ശരത്തെ, നീ സമാധാനായിട്ടിരിക്കും. തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു തങ്കച്ചി. ഇനി എനിക്ക് പ്രതീക്ഷയില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എൻ്റെ ആളുകളെ മുഴുവൻ വിളിച്ചു പറയാം ഇറങ്ങിത്തിരയാൻ. ഈ നഗരം വിട്ടു പോയിട്ടില്ലെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ അവളെ കണ്ടുപിടിച്ചിരിക്കും. തങ്കച്ചി അന്വേഷിക്കൊന്നും വേണ്ട. പോലീസില് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അവര് കണ്ടുപിടിച്ചോളൂ. നിനക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഇല്ല തങ്കച്ചി, അവള് തിരിച്ചു വരണം. ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. സങ്കടപ്പെടേണ്ട, അവള് വരും. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. പാർവതി, അന്വേഷിക്കുന്നുണ്ടല്ലോ, അവള് വരും. ഇന്നുവരെ അവളിങ്ങനെ ചെയ്തിട്ടുണ്ടോ അമ്മ? ഇവിടെ പോവാണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോവാറ്. ഇന്ന് മാത്രം എന്താ പറയാതെ പോയത്? അതെന്താണെന്ന് അവൾക്കല്ലേ അറിയൂ. അവള് വരട്ടെ, നമുക്ക് ചോദിക്കാം. എല്ലാത്തിനും കാരണം അവളാ, ദേവിക. അവള് കാരണം നിത്യമോൾ നമ്മുടെ അടുത്തൊന്ന് മാറി നിൽക്കുന്നേ. പണ്ട് ഈ വീടൊരു സ്വർഗമായിരുന്നില്ലേ പാർവതി? അത് നരകമാവാൻ കാരണം ആ ഒറ്റ ഒരുത്തിയല്ലേ? ചിലപ്പോ അവൾക്കറിയായിരിക്കും നിത്യമോൾ എവിടെ പോയെന്ന്.